ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ് ദീപാവലി. ദീപാവലിയോടനുബന്ധിച്ച് വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ടെങ്കിലും ഇതിൽ വമ്പൻ താരപരിവേഷമുള്ള ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമകളൊന്നും തന്നെ ഇല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൽ നിന്ന് നാളെ ഒക്ടോബർ 16 വ്യാഴാഴ്ച 2 സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സംവിധായകനായ പ്രണീഷ് വിജയൻ, ജയ് വിഷ്ണു എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ആനന്ദ് സി ചന്ദ്രൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് അഭിനവ് സുന്ദറുമാണ്. രാജേഷ് മുരുകേശനാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. റിമ കല്ലിങ്കൽ, സരസ ബാലുശ്ശേരി എന്നിവർ പ്രധാന താരങ്ങളായി സജിൻ ബാബു തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ശ്യാമപ്രസാദ് എം എസ് ഛായാഗ്രഹണവും അപ്പു എൻ ഭട്ടതിരി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സയ്യിദ് അബ്ബാസാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. യൂറേഷ്യൻ ബ്രിഡ്ജ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പ്രത്യേക അവാർഡും പ്രത്യേക ജൂറി അവാർഡും നേടിയ സിനിമ കൂടിയാണ് തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന പാതിരാത്രി എന്ന സിനിമ ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ രത്തീനയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ശബരീഷ് വർമ്മ, ആൻ അഗസ്റ്റിൻ, സണ്ണി വെയിൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഷാജി മാറാട് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷഹനാദ് ജലാലാണ്. സംഗീത സംവിധാനം ജേക്സ് ബിജോയി. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ബൈസൺ എന്ന തമിഴ് സിനിമ ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. പ്രമുഖ ദീപാവലി ചിത്രമായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ മലയാളി താരം ലാൽ, അനുപമ പരമേശ്വരൻ, രജീഷ വിജയൻ, കലൈയരശൻ, അമീർ, പശുപതി എന്നിങ്ങനെയാണ് താരങ്ങൾ. 7 ലരസു ഛായാഗ്രഹവും ശക്തി തിരു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നിവാസ് കെ പ്രസന്നയാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ക്രീതീശ്വരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തുന്ന റൊമാന്റിക് തമിഴ് ആക്ഷൻ കോമഡി സിനിമയാണ് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, നേഹ ഷെട്ടി, ശരത് കുമാർ, ഹൃദു ഹാറൂൺ, രോഹിണി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഛായാഗ്രഹണം നികേത് ബൊമ്മിയും ഭരത് വിക്രമൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സായി അഫ്യാങ്കറാണ് സംഗീതം പറഞ്ഞിട്ടുള്ളത്. നവാഗതനായ ഷൺമുഖ മുത്തുസ്വാമി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് ഡീസൽ. ഹരീഷ് കല്യാൺ, അതുല്യ രവി, വിനയ് റായി, സായി കുമാർ, അനന്യ, രമേശ് തിലക്, കാളി വെങ്കട്ട്, വിവേക് പ്രസന്ന എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ദീപാവലി റിലീസായി ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. എം എസ് പ്രഭു, റിച്ചാർഡ് എം നാഥൻ എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സാൻ ലോകേഷ് എഡിറ്റിംഗും ദിബു നൈനാൻ തോമസ് സംഗീതവും നിർവഹിക്കുന്നു. ഭൂകമ്പം എന്ന തമിഴ് സിനിമ ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നുണ്ട്. ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് ഇഷാഖ് ഹുസൈനിയാണ്. ഇഷാഖ് ഹുസൈനി, ദിൽഷാന, ഹേമ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത് സദാശിവ ജയരാമനാണ്. രാജനാഥൻ പെരിയസ്വാമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കമ്പി കഥനകഥയി എന്ന തമിഴ് സിനിമ ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററെടുത്തുകയാണ്. നാട്ടി നടരാജൻ സുബ്രഹ്മണ്യം, സിംഗപ്പുരി, ജാവ സുന്ദരേശൻ, കോതണ്ടൻ, മുകേഷ് രവി, കാർത്തിക് കണ്ണൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ജയ് സുരേഷ് ഛായാഗ്രഹണവും എസ് എൻ ഫാസിൽ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സതീഷ് സെൽവമാണ് സംഗീതം പറഞ്ഞിട്ടുള്ളത്. നാളെ ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററെത്തുന്ന തെലുങ്ക് കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് മിത്രമണ്ഡലി. പ്രിയദർശി, നിഹാരിക, രാഗമയൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ. വിജയേന്ദർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സിദ്ധാർത്ഥ് എസ് ജയാണ്. നവാഗതയായ നീരജ കോന തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് സിനിമയാണ് തെലുസുകട. ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്ന ഈ സിനിമയിൽ സിദ്ധു ജൊന്നലഗദ്ദ, റാഷി ഖന്ന, ശ്രീനിധി ഷെട്ടി എന്നിങ്ങനെയാണ് താരങ്ങൾ. ജ്ഞാനശേഖർ ഛായാഗ്രഹണവും നവീൻ നൂലി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. തമൻ എസ് ആണ് സംഗീതം നൽകിയിട്ടുള്ളത്. ദീപാവലി റിലീസായി ഒക്ടോബർ 18 ശനിയാഴ്ച തിയേറ്ററെത്തുന്ന തെലുങ്ക് സിനിമയാണ് കെ റാമ്പ്. ജെയിംസ് നാനി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ തെലുങ്ക് റൊമാന്റിക് ഇന്റർനെറ്റ് സിനിമയിൽ കിരൺ അബ്ബവാരം, യുക്തി തെരാജ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് റെഡ്ഡിയും എഡിറ്റിംഗ് ചോട്ടാ കെ പ്രസാദുമാണ്. ചൈതൻ ഭരദ്വാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ബോളിവുഡിൽ നിന്ന് ഒക്ടോബർ 21 2 സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ആദിത്യ സവോദ്കർ സംവിധാനം ചെയ്യുന്ന തമ്മ എന്ന ബോളിവുഡ് സിനിമ ഒക്ടോബർ 21 തിയേറ്ററിലെത്തുന്നത്. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദിഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. മഡോക് ഫിലിംസ് നിർമ്മിക്കുന്ന മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഈ സിനിമ. ഏക് ദീവാനെ കി ദീവാനിയത്ത് എന്ന ബോളിവുഡ് സിനിമയാണ് 2ാമത്തെ റിലീസ്. മിലാവ് സവേരി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഹർഷവർദ്ധൻ റാണെ, സോനം ബജ്വ എന്നിങ്ങനെയാണ് താരങ്ങൾ. നിഗം ബോംസാൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് മാഹിർ സവേരിയുമാണ്. കുനാൽ വർമ്മ, കൗശിക് ഗുഡു എന്നിവർ സംഗീതം പറഞ്ഞിട്ടുണ്ട്. ഈ ദീപാവലി റിലീസായി തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 14ഓളം സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ടെങ്കിലും വമ്പൻ താരപരിവേഷമോ അതുപോലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകളോ ഒന്നും തന്നെ ഇല്ല എന്ന പ്രത്യേകത കൂടി ഈ ദീപാവലിക്കുണ്ട്. ചെറിയ സിനിമകൾ വമ്പൻ വിജയം നേടിയെടുക്കുന്ന കാലഘട്ടമായതിനാൽ നമുക്കൊന്നിനെ എഴുതി തള്ളാൻ കഴിയില്ല. എന്തായാലും ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.